ഹായ്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് തിയേറ്ററുകളിൽ കുറച്ച് സിനിമകളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെയും കാണാത്തതും റിവ്യൂ ചെയ്യാത്തതും ഒക്കെ തന്നെ. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ സൺഡേസിലൊക്കെ ഇനി കാണാൻ ടൈം കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും കണ്ട പുറകെ നമ്മൾ റിവ്യൂ ആയിട്ട് എത്തുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ സൺനെക്സ്റ്റ് വഴി ഒരു മലയാള ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ പേര് സ്വർഗം എന്നുള്ളതാണ്. റെജിന ആൻ്റണി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി കോമഡി ഡ്രാമ ചിത്രമാണ്. ചിത്രത്തിനുള്ളിൽ അജു വർഗീസ്, അനന്യ, മഞ്ജു പിള്ളൈ, ജോണി ആൻ്റണി തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ കഥ എന്നുള്ളത് രണ്ട് കുടുംബം എന്നുള്ളതാണ്, അല്ലെങ്കിൽ രണ്ട് കുടുംബത്തെയാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. ഒരെണ്ണം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും ഒന്ന് ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഹൈ ക്ലാസ് ഫാമിലിയും. അപ്പോൾ ഇവരുടെ ലൈഫിലൂടെ പറയുന്ന ചില കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാണ് സിനിമയുടെ ഒരു ബേസിക് പ്രമേയം എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു സിനിമയെ എടുത്ത് അല്ലെങ്കിൽ ഒരു ടോട്ടാലിറ്റി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്കുള്ളിലൂടെ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കഥ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നില്ല അല്ലെങ്കിൽ കാണിച്ചു തരുന്നില്ല എന്നുള്ളതാണ് സ്വർഗത്തിൻ്റെ പ്രധാന ഒരു വെല്ലുവിളി എന്നുള്ളത്. അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ഇല്ല സിനിമയ്ക്കുള്ളിൽ. കാരണം ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിലൂടെ കാര്യം പറഞ്ഞാൽ നല്ലൊരു ആശയം പങ്കുവയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു സിറ്റുവേഷനോടൊക്കെ അനുബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സിനിമയുടെ കഥയ്ക്കുള്ളിലൂടെ പറയുന്നുണ്ട്. അതായത് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതെങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഇമോഷൻ എന്താണ് എന്നൊക്കെയുള്ളത് സിനിമയുടെ ഒരു ക്ലൈമാക്സോടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഫീൽ ഗുഡ് രൂപത്തിലൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സിനിമ മൊത്തത്തിലെടുത്ത് നോക്കി കാണുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം വളരെ നിസ്സാരമായിട്ട് മാത്രമാണ് സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ 1.25 മണിക്കൂർ പോകുന്ന സിനിമയാണ്. ഈ 1.25 മണിക്കൂർ പോകുന്ന സിനിമയ്ക്കുള്ളിലൂടെ ഈ പറഞ്ഞ ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഒരു മെസ്സേജ് നൽകുക എന്ന് പറഞ്ഞ ആ ഒരു വിഷയം, അത് നമുക്ക് അവസാനത്തോടെ എടുക്കുമ്പോൾ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് തോന്നുന്നത്. ബാക്കിയെല്ലാം തന്നെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി കാണിച്ചു പോയ പോലെയുള്ള ഒരു ഫീൽ മാത്രമാണ് ഈ കഥയിലൂടെയും തിരക്കഥയിലൂടെ ഒക്കെ തന്നെ കിട്ടുന്നത്. കൂടാതെ സിനിമയുടെ എക്സിക്യൂഷൻ നോക്കുകയാണെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു സിനിമാറ്റോഗ്രാഫി കാഴ്ച, മ്യൂസിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. എങ്കിലും ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ നൽകാത്ത ഒരു എക്സിക്യൂഷൻ ഉള്ള പോലെ നമുക്ക് തോന്നില്ല. പിന്നെ ആ കൂടി സിനിമ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ളത് പ്രകടനങ്ങളൊക്കെ അത്യാവശ്യം യൂഷ്വലി നമുക്കറിയാലോ, എല്ലാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ്. സോ അവർ അത്യാവശ്യം നല്ല പ്രകടനങ്ങളൊക്കെ കൊടുക്കുമല്ലോ. ഇപ്പോൾ അജു വർഗീസ് ആകട്ടെ, അനന്യ ആകട്ടെ, അതുപോലെ തന്നെ ജോണി ആൻ്റണി ആകട്ടെ, മഞ്ജു പിള്ളൈ ആകട്ടെ, ഇവരൊക്കെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് ഒരു സിനിമയെ തോന്നിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരു പക്ഷേ കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണുവാണെങ്കിൽ, അത് നിങ്ങളുടെ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ ഒരു ഇതിൽ ഇരുന്ന് നമ്മൾ ചിലപ്പോൾ സിനിമകളൊക്കെ കാണില്ല. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒരു പക്ഷേ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടേക്കാം. ഓക്കെ, കാരണം അവരൊരു ഫാമിലിയാണല്ലോ, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഒരു സിനിമയ്ക്കുള്ളിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു സിനിമ നൽകിയിട്ടില്ല. സോ ഒരു മാക്സിമം ഒരു 5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10-5. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവച്ചേക്കാം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.